തിരുവനന്തപുരത്ത് വെമ്പായത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടം. ഹാപ്പി ലാൻഡിൽ റൈഡ് പൊട്ടി വീണ് 5 പേർക്കാണ് പരിക്കേറ്റത്. അർജുൻ, ഈ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായി തിരുവനന്തപുരത്തുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ആ തരത്തിലുള്ള ഈ ഫിറ്റ്നസ് ചെക്ക് ഒക്കെ നടന്നിട്ടുള്ളതല്ലേ? ഈ ഒരു അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്വാതി, അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. റൈഡിൽ ഉണ്ടായിരുന്നത് 30-ലധികം ആളുകളാണ്. അത്രയും പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു റൈഡാണ് അവിടെ ഉണ്ടായിരുന്നത്. അത്രയും പേരെ ഒരേ സമയം കയറ്റിയിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ 5ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ നിലവിൽ പിരപ്പൻകോട് സെന്റ് ജോൺസ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. 5ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പ്രാഥമികമായി ലഭിക്കുന്നുണ്ട്. തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അവരുടെ പേരുകൾ ഇങ്ങനെയാണ്. നാഗർകോവിൽ സ്വദേശികളാണ് 5 പേർ. മനോരതി 54 വയസ്സ്, സീമണി 49 വയസ്സ്, മാലിനി 49 വയസ്സ്, ശ്യാം ഡാനിയൽ 14 വയസ്സ്, റോസ് 16 വയസ്സ്. ഇങ്ങനെ 2 കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ മധ്യവയസ്കരായിട്ടുള്ള 3 സ്ത്രീകളും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. 30-ലേറെ ആളുകൾ ഈ റൈഡിൽ ആ സമയത്ത് കയറിയിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അതുകൂടി നൽകാമെന്ന് കാണുന്നു. അതിൻ്റെ ഒരു അപകടത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അത് ഈ ആളുകളെ കയറ്റി ആകാശത്തേക്കും ഒക്കെ ഉയർന്ന് താഴേക്ക് വരുന്ന സംവിധാനമാണ് ഈ റൈഡ്. അത് ആ അപകടം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ നിയന്ത്രണം തെറ്റി അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറി എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആളുകൾ നിലത്തേക്ക് തെറിച്ച് വീണാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. 5 പേരാണ് ഗുരുതരമായി പരിക്ക് പറ്റിയതെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നു. അവരുടെ പേരുകൾ നേരത്തെ പറഞ്ഞതാണ്. നാഗർകോവിൽ സ്വദേശികളായിട്ടുള്ള മനോരതി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ്, ഇത്രയും പേരാണുള്ളത്. ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ കൂടിയുണ്ട്. 3 സ്ത്രീകളും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഉച്ചയോടുകൂടിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. 30ഓളം പേരുമായാണ് ഈ റൈഡ് നടത്താൻ ഒരുങ്ങിയത്. ആ ഘട്ടത്തിൽ തന്നെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ അവധിയായതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടുംബം ഒരുമിച്ച് റൈഡ് ചെയ്യുന്നതിനിടെ ഉണ്ടായിട്ടുള്ള അപകടമാണ്. ഒരുപക്ഷെ ഈ റൈഡ് പൊട്ടി വീണതായിരിക്കാം, അതിൻ്റെ നിയന്ത്രണം തെറ്റി താഴേക്ക് വീണതാണെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരെ 5 പേരെ ഗുരുതരമായി പരിക്കേറ്റവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വാതി. അർജുൻ, എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. അർജുൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആളുകൾക്കാണ് അപകടം സംഭവിച്ചത്. തമിഴ്നാട് സ്വദേശികളാണ് എന്നും കൂടി മനസ്സിലാവുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്ത് ലഭ്യമാകുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇവരുടെ കൂടെയുള്ള മറ്റാളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? അതുപോലെ തന്നെ ഈ ഒരു ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം, വിവരങ്ങൾ ലഭ്യമാണോ? സ്വാതി, അവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. അപകടത്തിന് ഇടയാക്കിയത് എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ശക്തമായിട്ടുള്ള മഴയുൾപ്പെടെ ഉള്ള ദിവസം കൂടിയാണ് ഇന്ന്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള കാലാവസ്ഥ ഇതിന് കാരണമായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി നമുക്ക് അതിൻ്റെ നിയന്ത്രണം തെറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് പുറത്തേക്ക് അതിൻ്റെ അടിഭാഗം തെന്നിപ്പോയിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അങ്ങനെ ഉയർന്ന ഘട്ടത്തിലേക്ക് ആകാശത്തേക്ക് ഉയർന്നും താഴ്ന്നും വരുന്നതാണ് ആ റൈഡ്. അങ്ങനെ പോയ ഘട്ടത്തിൽ നിയന്ത്രണം തെറ്റി ഇത് തെറിച്ചതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ആ ഘട്ടത്തിൽ ആ മുകളിലുണ്ടായിരുന്ന റൈഡിൽ പങ്കെടുത്തിരുന്ന ആളുകൾ താഴേക്ക് തെറിച്ച് വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബസമേതം നാഗർകോവിൽ സ്വദേശികളായിട്ടുള്ള ആളുകൾ എത്തിയതായിരുന്നു ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ. വെമ്പായത്തെ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത് സ്വാതി പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള പാർക്കാണ്. കുറച്ച് മുൻപും അവിടെ സമാനമായിട്ടൊരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണോ അപകടത്തിനിടയാക്കിയതെന്ന് അല്പസമയത്തിനകം തന്നെ അറിയാം. അതല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. പ്രാഥമികമായി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. അല്പം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നും മനസ്സിലാക്കുന്നു. 5 പേരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വാതി.
തിരുവനന്തപുരം വെമ്പായത്താണ് അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടമുണ്ടായത്. ഹാപ്പി ലാൻഡിലാണ് റൈഡ് പൊട്ടി വീണ 5 പേർക്ക് പരിക്കേറ്റത്. 5 പേരും ഒരു കുടുംബത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുന്നു. തമിഴ്നാട് സ്വദേശികളാണ്. 2 കുട്ടികൾ അടക്കമുള്ള ആളുകൾക്കാണ് ഈ പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ഹാപ്പി ലാൻഡ് എന്നുള്ളത്. ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ തിരക്കും നിരവധി ആളുകളൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. എന്താണ് അപകട കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെ അപകടം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, അവിടെ മറ്റ് അന്വേഷിക്കാനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അവിടെ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും അവിടെ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകരടക്കം അവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഘട്ടത്തിൽ ഈ യന്ത്രത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നിയന്ത്രണം തെറ്റി താഴേക്ക് തെന്നി മാറുകയാണ് ഉണ്ടായത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് മുകളിലുണ്ടായിരുന്ന ആളുകൾ പുറത്തേക്ക് തെറിച്ച് വീണത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. വെമ്പായത്തെ ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കാണ്. അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്ന പാർക്ക് കൂടിയാണ് ഇത്. അവിടെയാണ് ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 30ഓളം പേർ ആ സമയത്ത് ഈ റൈഡിൽ കയറിയിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. കൂടുതൽ ഗൗരവമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതേസമയത്ത് 5 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നു. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. നമ്മുടെ റിപ്പോർട്ടർമാർ ഈ 2 ഇടത്തേക്കും അല്പസമയത്തിനകം തന്നെ എത്തും. അവിടുത്തെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാനും കഴിയും. സ്വാതി. തിരുവനന്തപുരം വെമ്പായത്ത് പ്രവർത്തിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക് ഹാപ്പി ലാൻഡിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. റൈഡ് പൊട്ടി വീണാണ് 5 പേർക്ക് പരിക്കേറ്റത്. അതിൻ്റെ ദൃശ്യം, റൈഡ് പൊട്ടി വീണ് കിടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.